എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പോണത് നെല്ലിയാമ്പതിക്കാണ്. ഒരു ഫാമിലി ട്രിപ്പാണ്. ഞാനും എൻ്റെ വൈഫും എൻ്റെ വല്യമ്മയും എൻ്റെ മോനും എൻ്റെ മോളും ഉണ്ട്. അയ്യോ, നാണക്കാരനാണോ? അപ്പോൾ എല്ലാവരും ഫുൾ എൻജോയ്മെൻ്റ് ആണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ എറവക്കാട് വന്നിട്ട് ഒരു ചായ കുടിക്കാൻ വേണ്ടി നിന്നിരുത്താണ്. അപ്പോഴാണ് ഈ വീഡിയോ നമ്മൾ എടുക്കുന്നത്. ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് വഴിയെ പോവാം. അപ്പോൾ കുറച്ച് യാത്ര ചെയ്യാനുണ്ട്. ഇപ്പോൾ തന്നെ സമയം 9 മണിയായി. ബാക്കിയുള്ള വിശേഷങ്ങൾ നെല്ലിയാമ്പതി പോയിട്ട് കാണാം. അതിനു അപ്പോൾ നമുക്ക് നെല്ലിയാമ്പതി പോവില്ലേ? ഓക്കെ ഓക്കെ പറയും. ഓക്കെ. അപ്പോൾ ഞങ്ങൾ ചെക്ക് പോസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നെല്ലിയാമ്പതിയുടെ ഉള്ളിലേക്ക് കയറി. നമ്മുടെ ആ വഴിയുടെ ഉള്ളിൽ കയറി സ്പ്രൈറ്റ് കുടിക്കുന്നത് കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കയറി. അപ്പോൾ അവിടെ പോത്തുണ്ട് ഡാമിൻ്റെ ഒരു വ്യൂ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ കണ്ടില്ല. അതപ്പോൾ തിരിച്ചു വരണോ ഈ കാണാമെന്ന് വെച്ചു. ഹായ് ഗായ്സ്, രാഹുൽ രാഹുൽ ഇവിടെ നോക്കണടാ. നല്ല കുണ്ടറച്ചോല വെള്ളച്ചാട്ടം. കുണ്ടറച്ചോല, പക്ഷെ വെള്ളമില്ല, പറ്റി വരണ്ട് കിടക്കണം.
അധികം സൂക്ഷിക്കണം. അമ്മമാര് ഗ്യാപ്പ് കിട്ടി അപ്പം കാറിൽ നിന്ന് വന്നെടുത്ത് എന്തെങ്കിലും എടുത്തിട്ട് പോകും. അതിനുവേണ്ടി നോക്കിയിരിക്കുക. കാറ് പാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പം അതിനടുത്ത് വന്നിരിക്കുകയാണ് വല്ലതും കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. നല്ല തിരക്കുണ്ടല്ലേ ഇവിടെ? ഇവിടെ ഫോട്ടോ എടുക്കാനുള്ളൊരു എന്താ പറയുക, ഫോട്ടോ പോയിന്റാണ്. എല്ലാവരും ഇവിടെ ഇറങ്ങി നിൽക്കുന്നുണ്ട്. നിറയെ കുരങ്ങന്മാരുണ്ട് ഓരോന്ന് അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട്. അത് ആ വഴിക്ക് എന്തൊക്കെ സൺഡേ ഞായറാഴ്ച ആയ കാരണമാണെന്ന് തോന്നുന്നു ഇത്രയും തിരക്ക്. ആ ബൈക്കേഴ്സ് റൈഡേഴ്സും വന്നിട്ടുണ്ട് ഇവിടെ. മോളൂസ് പ്രകൃതിനെ എൻജോയ് ചെയ്യാണ്. അല്ലേ? കുറച്ച് ദൂരം ചെന്നപ്പോഴാണ് നമ്മൾ വേറൊരു കാഴ്ച കണ്ടത്. ഒരു മരത്തിൻ്റെ മുകളിൽ ഒരു മലയണ്ണ ഇരിക്കുന്നത്. അപ്പോൾ കാട്ടിൽ വന്നിട്ട് മലയണ്ണാനെ കാണുന്നത് ഒരു രസം തന്നെയാണ്. അപ്പോൾ ആ മലയണ്ണാൻ ഇത് എന്തോ ഇരുന്ന് കഴിക്കുകയാണ് അവിടെ. അപ്പോൾ രണ്ടുപേര് ഫോട്ടോ എടുക്കാൻ വേണ്ടി അപ്പുറത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ കണ്ടപ്പോഴാണ് ഞാനും നിർത്തിയത്. അപ്പോഴാണ് നമ്മുടെ ഒരു മലയണ്ണാൻ ഇരുന്നിട്ട് എന്തോ ഇരുന്ന് കഴിക്കേണ്ട ആൾ അവിടെ മുകളിൽ. ചായ കുടിച്ചുകൊണ്ട് ചായ കുടിച്ചുകൊണ്ട് മലയണ്ണാനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തിനു പേടിക്കണ മിച്ചറൊന്നും? അപ്പോൾ നേരെയാണ് നമുക്ക് പോകേണ്ടത്. നേരെ നമ്മൾ പോണത് സീതാർകുണ്ട് വ്യൂ പോയിന്റിലേക്കാണ് നമ്മൾ പോണത്. ആ ജംഗ്ഷൻ ഒരു ജംഗ്ഷനോട് എത്തുമ്പോൾ അവിടെ നേരെ പോയ സീതാർകുണ്ട് റൈറ്റിക്കാണ് കേശവൻപാറ. അപ്പോൾ നമ്മളിപ്പോൾ നേരെയാണ് സീതാർകുണ്ടാണ് പോണത് വ്യൂ പോയിന്റ്. നമ്മുടെ KSRTC എന്തിനടി നെല്ലിയാമ്പതി ഉല്ലാസയാത്ര, അവർക്ക് വേണ്ടി പാക്കേജ് ബസ്സാണ് ഉള്ളത്. നെല്ലിയാമ്പതി ഉല്ലാസയാത്ര അട്ടത്തായ കയറി കിടക്കണം. മുകളില് കാപ്പിക്കുരു കൃഷി ഉണ്ട്. കാപ്പിക്കുരു കൃഷി കാപ്പിയില്ലേ ഇത്? ആ കാപ്പിക്കുരുവിൻ്റെ കൃഷിൻ്റെ മുകളിൽ ഇതിൻ്റെ പേരയ്ക്കേ ഇവിടെ അപ്പുറത്ത് പേരയ്ക്കല്ലേ ഇത്? പേരയ്ക്കാണത് പേരയ്ക്ക. പിന്നെ ഇത് തോട്ടം തൊഴിലാളികൾ എസ്റ്റേറ്റ് കണ്ട്. നീ എങ്ങനെയുണ്ട് സ്ഥലം? ആ ദേ കാപ്പിക്കുരു ഫുൾ കാപ്പിക്കുരുവാണ്. ഈ സൈഡില് ലെഫ്റ്റ് സൈഡില് ഫുള്ള് കാപ്പിക്കുരുയുടെ തോട്ടം. അതിനു ബെസ്റ്റുണ്ടാ? ഞങ്ങള് വീട്ടിൽ നിന്ന് ഫുഡ് എടുത്തിട്ടുണ്ടായിരുന്നു, പുട്ടും കടലയും രാവിലത്തേക്ക്. പക്ഷെ അത് കഴിച്ചിട്ട് ഞങ്ങൾ ചായ കുടിച്ചു. അപ്പോൾ നേരെ ഞങ്ങൾ അയാനെ വിശക്കണ കാരണം പുട്ടും കടലയും കഴിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വണ്ടി ഒതുക്കണേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് സീതാർകുണ്ട് കണ്ടിട്ടുണ്ട് ഫുഡ് അടിക്കണേ. ഫുഡൊക്കെ എടുത്തിട്ടുണ്ട്. നീ ഇത് പാക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് സ്പെഷ്യലൊക്കെ ഉണ്ടെന്നാണ് പറയണേ. എന്നിട്ടാണെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. ഇവിടെ വന്ന ജീപ്പിൽ ഓഫ് റോഡ് ഉണ്ട് കേട്ടോ. ഓഫ് റോഡിന് എത്ര പൈസ എന്നറിയില്ല. കുറേ പേരൊക്കെ ചോദിക്കും വണ്ടി എടുത്തിട്ട് ഓഫ് റോഡ് പോകണമെന്ന്. അപ്പം നെല്ലിയാമ്പതി പുലയമ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് സീതാർകുണ്ട് പോട്ടെ ലെഫ്റ്റിക്ക്. ഇവിടെ ഫുഡ് അടിക്കണമെങ്കിൽ ഇവിടെ നിന്ന് ഫുഡ് അടിക്കണം. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഹോട്ടലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ എന്തെങ്കിലും മേടിക്കാനും വല്ലതുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ മേടിച്ച് പോകണം. ഈ ഓഫ് റോഡ് പോകണ ജീപ്പ് വരുന്നുണ്ട്. ഇങ്ങനത്തെ ജീപ്പിലാണ് ഓഫ് റോഡ് പോകണത്. ഓഫ് റോഡ് വണ്ടി കാരണം താറിൻ്റെ കുറിച്ചില്ല. ഇത് അയാനുള്ള ഫുഡ് സെറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങളത് ഇവിടെ താമരക്കുളം കണ്ടപ്പോൾ നിന്നതാണ്. അടിപൊളി ഒരു താമരക്കുളം ഉണ്ട്. പിന്നെ അയാനെ 2 കുപ്പി വെള്ളം, അയാനല്ല ഞങ്ങൾക്ക് കുടിക്കാൻ 2 കുപ്പി വെള്ളം മേടിക്കണം. താമരക്കുളം കണ്ട. അപ്പോൾ ഞാൻ സനിയും വെള്ളം മേടിക്കാൻ വേണ്ടി നടക്കണം സെൻട്രിക്ക്. അപ്പോൾ ലേമ്പാറ സെൻട്രിക്ക് വണ്ടി കുറച്ച് അവിടെ ആയിട്ട് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ട്രക്കിങ്ങിൻ്റെ പൈസ ചോദിച്ചു. ഒരാൾക്ക് 270 രൂപയാണ് വരെ വരണേ. ഒരാൾക്ക് പെർ ഹെഡ് 270 രൂപ ട്രക്കിങ് പോകാൻ വേണ്ടിയിട്ട് ജീപ്പിൽ. ട്രക്കിങ് നമ്മൾ പോകണില്ല, നമ്മളിപ്പോൾ സീതാർകുണ്ട് പോകണ വഴിയാണ്. അപ്പോൾ 1 കുപ്പി വെള്ളം മേടിക്കാൻ വേണ്ടി ഷോപ്പിക്ക് ഒരു ട്രക്കിങ്ങിന് വേണ്ടി ഒരു ടീം പോകുന്നുണ്ട്. ഇവിടെ കാബേജ് കൃഷി ഉണ്ട്. കാബേജ് കൃഷി നനയ്ക്കാൻ വേണ്ടിയിട്ടാ. കനാലല്ല, അതന്നെ ആയിരിക്കും കൃഷി ആവശ്യത്തിന്. മുകളിൽ ഇതിൻ്റെ കയ്പക്കായ അല്ലേ? മുകളിൽ കയ്പക്കായ കൃഷി ഉണ്ട്. മഞ്ഞ പൂട്ട് തുടങ്ങിയത്. അതിനുള്ള വെള്ളമുണ്ട് ഇവിടെ. നമ്മുടെ കാർ അവിടെ ഉണ്ട്. അയാൾ നല്ല ഫുഡിങ്ങിലാണെന്നുകൊണ്ട് വണ്ടി വരിട്ടാ. നോക്കി കിടക്ക്. അതിനോ ഫുഡിങ് കഴിഞ്ഞാ വീണ്ടും അയാൻ ടയർഡ്. അയാന് ഈ ഹെയർ പിന്ന് കയറിയപ്പോൾ ചെറിയൊരു ക്ഷീണം വന്നു. പക്ഷെ എന്നാലും ഫുഡിങ് ആള് പുട്ടും കടലയും കഴിച്ചു. പപ്പടം മുട്ടായിരുന്നു. വേണ്ട ഞങ്ങൾ നല്ല പയറും ഇല്ലടാ. വേണ്ട
ഇവിടെ കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് അവര് കഴിക്കണോന്ന് ചോദിക്കണേ. ചിക്കൻ ബിരിയാണി. പക്ഷെ ഞങ്ങളുടെ നീതു നല്ല ഫുഡ് കൊടുക്കുന്നുണ്ട്. നല്ല അടിപൊളി ചോറുണ്ടെന്നുണ്ട്. അതൊക്കെയാണോ സർപ്രൈസ്? വഴി കുറച്ച് മോശമാണ്, എന്നാലും കുഴപ്പമില്ല. കാരണം ഇവിടെ ഞങ്ങള് മാത്രമേ ഉള്ളൂ. ഒരു ഗവൺമെന്റ് ജീവനക്കാർ തന്നെയാണ് ഇത് തുറന്നു പറയുന്നത്. പോപ്സ് സീതാർകുണ്ട് എസ്റ്റേറ്റ്. ഇത് പോപ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ ആണ്. ഇത് 1988 ഞങ്ങള് മേടിച്ചിരിക്കുന്നതാണ് അവര്. അതായത് വണ്ടി നമ്പർ അതവിടെ അവിടെ ഉണ്ടാവും. റേസർ വണ്ടി നമ്പറും പേരും അതവിടെ പോയിട്ട് എഴുതിയാൽ മതി. അതുണ്ടെങ്കിൽ അറിയാലോ എന്റെ ഫോൺ നമ്പർ. എനിക്ക് നീതുവിനെ ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട്. അതവിടെ എഴുതിക്കോ. അവിടെ രജിസ്റ്റർ ഉണ്ടോ? അവിടെ മൂവ് ചെയ്യുമ്പോ കയറ്റിടണം. നമ്മൾ പതുക്കെ ഇതുപോലെ കയറ്റിടണം. അപ്പൊ അതിനുവേണ്ടി അവള് പോയിട്ടുണ്ട്. മതി. എന്നിട്ട് പേരും നമ്പറും. അപ്പൊ പേര്, വണ്ടിയുടെ നമ്പർ, മൊബൈൽ നമ്പർ എഴുതിയിട്ട് നമ്മള് സീതാർകുണ്ടിന്റെ എസ്റ്റേറ്റിന്റെ ഉള്ളിൽ കടന്നുണ്ട്. ഇത് പോപ്സ് എന്ന് പറഞ്ഞൊരു ടീമിന്റെ ആണ്. ഇവർ 1988 ഇത് മേടിച്ചേക്കണേ. അതാണ് ഇവിടുത്തെ എസ്റ്റേറ്റ് ആണ്. അപ്പൊ ഇവിടെയാണ് സീതാർകുണ്ട് വ്യൂ പോയിന്റ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയുണ്ട് സ്ഥലം? അടിപൊളി. നമ്മള് പിന്നെ അത്യാവശ്യം വന്നിട്ടുണ്ട് എന്നോട് പുറത്തേക്ക്. ആ സ്ഥലങ്ങളൊക്കെ അറിയാം. വല്യമ്മ അതിനാണ് ഇങ്ങനത്തെ സ്ഥലങ്ങളിലേക്കൊക്കെ വരണേ. ആള് ഒരു കാശ് അങ്ങനെ പൊട്ടിക്കാൻ ഇഷ്ടമില്ലാത്ത ആളാണ്. 2 സൈഡും കാപ്പിക്കുരു കൃഷിയാണ് കേട്ടാ. ഈ സൈഡും കാപ്പിക്കുരുവാണ്. അതാന്ന് തോന്നില്ല ഒരു മെയിൻ കൃഷി. അല്ലാതെ മാത്രമേ ഉള്ളൂ. നമ്മൾ ടൂർ വരുമ്പോൾ സ്ഥലങ്ങൾ കാണാനാണ് ആഗ്രഹിക്കുന്നത്. ഇവര് പറയുന്നത് കാപ്പിക്കുരു പൊട്ടിച്ചു വെച്ചാലോ, തേയിലയുടെ ഇലകൾ പൊട്ടിച്ചു വെച്ചാലോ, വിറക് പറിക്കാലോ. എന്തോരം വിറകാ. കാപ്പിക്കുരു മോഷ്ടിക്കാറങ്ങണേ. കാപ്പിക്കുരു. അപ്പൊ നീ വീണ്ടട്ടാ. വണ്ടിയിലൊക്കെ ഇടല്ലേ കേറി. അവിടെ തന്നെ കുറച്ച് കാപ്പിക്കുരു പൊട്ടിച്ചിട്ടുണ്ട്. പോപ്സുകാരെ ഒന്നും വിചാരിക്കരുത്. ഞങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടാണ്. വല്യമ്മയ്ക്ക് ഒരു ആഗ്രഹം കൊണ്ടാണ്. വ്യൂ പോയിന്റ് 8 മണി തൊട്ട് 6 മണി വരെ. അപ്പൊ നമ്മള് സീതാർകുണ്ടിന്റെ പാർക്കിങ്ങിന് അവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് സീതാർകുണ്ട് പാർക്കിങ്. പാർക്കിങ്ങിന് ഫീസിന്റെ ആളവിടെ നിൽക്കുന്നുണ്ട്. എത്രടാ? 20 രൂപ പാർക്കിങ്. സീതാർകുണ്ടിന്റെ പാർക്കിങ് നമുക്ക് മോളോടെയും പാർക്ക് ചെയ്യാം. കാരണം അവിടെയൊക്കെ ഫുള്ളാന്നുണ്ടല്ലേ. അവിടെയൊക്കെ ഫുള്ളാന്നുണ്ട്. വണ്ടി പരിശോധിക്കാൻ വേണ്ടി വന്നേക്കാണ്. എന്തെങ്കിലും കിട്ടുമോന്ന് അറിയാൻ. ഗ്ലാസ് ഒക്കെ കയറ്റിയിട്ടുണ്ട്. രാഹുൽ, കുട്ടാപ്പി, അടുത്ത വണ്ടിക്ക് പോയി. ഈ വണ്ടി എല്ലാ വണ്ടിയും ഇവിടെ ഗ്ലാസ് കിട്ടണമെങ്കിൽ അപ്പം വന്ന് അടിച്ചോണ്ട് പോവും. മറ്റുള്ളവരുടെ ഫുഡ് അടിച്ച് മാറ്റാതിരിക്കുന്ന ബ്ലഡി ഫുൾ കാത്ത് നോക്കിയിരിക്കുക. അയ്യോ, നമ്മളെ വണ്ടി ഇതേ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. 20 രൂപയാണ് പാർക്കിംഗ് ചാർജ് വരുന്നത്. ഇവിടെ മൊത്തം വണ്ടികളൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ്. ഇത് സീതാർകുണ്ട് പാർക്കിംഗ് ഏരിയ ആണ് കേട്ടോ. 20 രൂപ പാർക്കിങ്. ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല സന്ദർശന തിരക്കുണ്ട് കേട്ടോ. അത് സൺഡേ കാരണമാകുന്നുണ്ട് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ കുറച്ച് നടക്കാനുണ്ട്. ഈ നടന്നെത്തുന്നതാണ് വ്യൂ പോയിന്റ്. സീതാർകുണ്ട് വ്യൂ പോയിന്റിലേക്ക് പോണത്. അപ്പോൾ ഞാനും ഭീമറായാനും ബാക്കിൽ വല്യമ്മയും നീന്തും സാധനം വരുന്നുണ്ട്. അയ്യോ, ഇവിടുന്ന് കാണുന്ന അറിയാം കേട്ടോ. ഈ സൈഡിൽ തേയിലത്തോട്ടം, ഈ സൈഡിൽ പൈൻ വാലി മരങ്ങളും യുക്കാലിസസ് മരങ്ങളും. പിന്നെ അടിപൊളി വ്യൂ. കുറച്ച് വയസ്സായവരൊക്കെ നോക്കി നടക്കണം. നടന്നില്ലെങ്കിൽ ഇടിഞ്ഞു വീഴും. കാരണം വഴി ഇങ്ങനെയാണ്. ചെറിയ ചെറിയ വഴിയിട്ട് തിരിയും. അതുപോലെ ചെറിയ വീട്ടിലും ഇവിടെ നിന്ന് കാണുന്നത് കുറച്ചൊക്കെ
പോട്ടെ പോട്ടെ ഓട്ടോ നീ പയ്യേ ക്ഷീണായ ഇല്ലല്ലോ ഉഷാറല്ലോ. ഇതാണ് സീതാർകുണ്ട് വ്യൂ പോയിന്റ്. പക്ഷെ ഭയങ്കര കോടയാണ് ഇവിടെ. കോട കാരണം നിങ്ങൾക്ക് കാണുന്നോന്നറിയില്ല. അടിയിൽ കാണുന്നുണ്ട് പാലക്കാട്. ശരിക്കും കാണാൻ ഒരു ബാഹുബലി സെറ്റൊക്കെ മുകളിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ കാണില്ലേ, അതേപോലെയാണ്. അടിപൊളിയായിട്ടുണ്ട്. ഫുൾ കാണുന്നത് സ്ഥലമാണ് കേട്ടോ. വരയാടല്ല വരയാടല്ല, ഇതിനെന്താ പറയാ, വരയാടല്ല വരയാടെന്നല്ലോ പറയുന്നേ. വരയാടിനെ കണ്ടെത്തിയിട്ടുണ്ട്. വരയാടുകൾ സൈഡിൽ നിൽക്കാനുള്ള കൽപ്പനേന്. നീ ഇതൊക്കെ കടന്ന് അവിടെ ചാടി കടന്ന് ഫോട്ടോ ഒക്കെ ഉണ്ട്. നെല്ലിയാമ്പതിലെ മെയിൻ സംഭവം നെല്ലിമരം. ഈ നെല്ലിമരത്തിൻ്റെ ഭംഗിയൊന്നും വേറെ ഉണ്ട്. ഇപ്പോൾ വർഷകാലമായിരിക്കാം ഇതില്ല, ഇലകളൊന്നുമില്ല, ഇലകളൊക്കെ കുറവാണ്. ഫോട്ടോ എടുക്കാനൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മൾ സീതാർകുണ്ട് വ്യൂ പോയിന്റ് കണ്ടിട്ട് നല്ല കോടയുണ്ട് ഇവിടെ. അത് കാരണം ശരിക്കും ഞങ്ങൾ വ്യൂ കാണാൻ പറ്റില്ല. എന്നാൽ കുഴപ്പമില്ല, അടിപൊളിയാണ്. അത് അടുത്ത് ഞങ്ങൾ കേശവൻപാറ പോവാണ്. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടാണ് പോണേ. ഫുഡ് കൊണ്ടുവന്നിട്ട് വീട്ടിൽ നിന്ന്. അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടാണ് ഇനി നമ്മൾ ഇറങ്ങുള്ളൂ. നല്ല കാറ്റാണ് കേട്ടോ. ഒരു എന്താ പറയണ്ട, ഒരു നല്ല തണുത്ത കാറ്റാണ്. നല്ല ക്ലൈമറ്റാണ്. നമ്മുടെ കാറ് പാർക്കിങ്ങിൻ്റെ കാറിനടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ ചായലൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ. നല്ല ചായല. പിന്നെ ചായ വേണമെങ്കിൽ കുടിക്കാം. ഐസ്ക്രീം കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. പിന്നെ ലേഡീസിന് ബാത്റൂമിൽ പോകണമെങ്കിൽ അതിനുള്ള സൗകര്യമൊക്കെ അവിടെ ഉണ്ട്. 5 രൂപയാണ് ഒരാൾക്ക് വരണേ. അപ്പോൾ നമ്മുടെ കാർ എത്തിയിട്ടുണ്ട്. അപ്പോൾ നീ ഇതിനൊക്കെ ഇവിടെ നിന്ന് പിക്ക് ചെയ്തു. നേരെ നമ്മൾ ഫുഡ് കഴിക്കാനുള്ള സ്ഥലം നോക്കിയിട്ടാണ് പോകാൻ പോണത്. അതെയോ ഫുഡ് കഴിക്കാം.